ഇന്നലെ തൊട്ട് പുതിയ സ്റ്റോറി ഇറക്കി സുധാകരൻ ചേട്ടനെ, അല്ലെങ്കിൽ ഞങ്ങളുടെ മുത്തിനെ നാണം കെടുത്താൻ നോക്കുന്ന കുറേ ഞാൻ പറയണില്ല, ആ പേര് നിങ്ങളങ്ങ് പൂരിപ്പിച്ചു. അവന്മാർക്കിട്ട് ഇന്ന് രാവിലെയും മൈക്കും തൂക്കി ചെന്നതാണ്. ചേട്ടൻ പറഞ്ഞു, പോടാ മക്കളെ, പോയി കട്ടൻ ചായയും കുടിച്ച് വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞു. തൃപ്തിയായി. ഇത്ര വൃത്തികെട്ട മാധ്യമപ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ നിനക്കൊക്കെ എന്തിനാടാ ഇങ്ങനൊരു ലൈഫ്? നീയൊക്കെ മയക്കം തൂക്കി നടക്കും, എന്തിനാ ഇങ്ങനൊരു ലൈഫ് നിനക്കൊക്കെ? ഇത്ര ചെറ്റ പ്രവർത്തനം ചെയ്യാൻ പരസ്യമായിട്ട് കൊട്ടേഷൻ വർക്കല്ലേ ഇത് ചെയ്യുന്നത്? പരസ്യ കൊട്ടേഷനല്ലേ ഇത്? എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക്? ഒരു തൂമ്പെടുത്ത് കളയ്ക്കടാ. ഒരു 10 സെൻറ്റ് 5 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 4 വാഴ തട്ടടാ, അല്ലെങ്കിൽ ഒരു കപ്പ തട്ടടാ, എന്നിട്ട് തിന്നടാ. ഈ വൃത്തികെട്ട പണി അവസാനിപ്പിക്കടാ. ഇനിയെങ്കിലും സത്യസന്ധമായിട്ട് നീതിയോടെയും കൂടി മാധ്യമപ്രവർത്തനം ചെയ്യടാ. കോൺഗ്രസിനെ അങ്ങോട്ട് ഇല്ലാതാക്കാമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അല്ല മക്കളെ. കുറേ നാളായി ഇത് തുടങ്ങിയിട്ട്. അന്ന് ബ്രിട്ടീഷിൻ്റെ സമയത്ത് തുടങ്ങിയത് അത്. കോൺഗ്രസ് വെറും ആളുകൾക്ക് സഹായം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് തുടങ്ങിയതാണ്. എന്ത് സഹായം? സഹായം. ഗവൺമെൻറ്റിന്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നിയമസഹായം കൊടുക്കാൻ വേണ്ടിയിട്ട്, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. അതിന്ന് രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക് കാരണമായി. ഈ രാഷ്ട്രത്തെ ഈ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു. ആ രാഷ്ട്രത്തിൻ്റെ ഈ നിലയിലുള്ള പ്രവർത്തനം ചെയ്ത ഈ പാർട്ടിയെ നശിപ്പിക്കാൻ നിങ്ങൾ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പരിജ്ഞാനം എവിടെയാണ് നിൽക്കുന്നത്? ഈ രാഷ്ട്രത്തെ ഒറ്റിക്കൊടുത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളാരാണ് മാധ്യമപ്രവർത്തകരെ? നിങ്ങളാരാണ്? നിങ്ങൾ ഒറ്റുകാരല്ലേ? ഒറ്റുകാർക്ക് കൂട്ടു നിൽക്കുന്നവരല്ലേ? നിങ്ങൾ ശത്രുവിൻ്റെ പക്ഷത്തല്ലേ? കോൺഗ്രസ് ഈ ജനങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ, അവരുടെ ആവശ്യങ്ങൾക്ക്, അവകാശങ്ങൾക്ക് വേണ്ടി ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളെന്താണ് ചെയ്യുന്നത്? കള്ളം പ്രചരിപ്പിച്ച് ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ആ നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? താൽക്കാലിക നേട്ടം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ അന്നം നിനക്ക് കിട്ടും, നാളെ അത് കിട്ടില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ളവനായിട്ട് മടങ്ങി വാ, യഥാർത്ഥ രാജ്യസ്നേഹിയായിട്ട്. രാജ്യത്തെ ഒറ്റുകൊടുത്തവരുടെ കൂടെയല്ല, രാജ്യത്തെ സ്നേഹിച്ച പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാൻ നീയൊക്കെ പഠിക്കുക ഇനിയെങ്കിലും. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്.